ഞാനിതിൽ നിന്ന് 95 വാങ്ങി കഴിച്ച് കവചപ്രാശം കഴിച്ച് ഒരു 5000 രൂപന്റെ ഒക്കെ പ്രൊഡക്റ്റ് വാങ്ങി ഞാൻ കഴിക്കുക വീട്ടിൽ. അത് വിൽക്കൊന്നും ചെയ്യാതെ തന്നെ കമ്പനി എന്താ എനിക്ക് വരുമാനം തന്നെ ഞാൻ കഴിച്ചാലും ഇൻകം കിട്ടും. ഞാൻ ചോദിച്ചതാ. അപ്പൊ നമ്മൾ ഈ കമ്പനിക്ക് ടേൺ ഓവർ ഉണ്ടാക്കുന്നതിന്റെ 12% ഞമ്മക്ക് ഇൻകം. നമ്മളോട് ലെഫ്റ്റിലും റൈറ്റിലും ആളെ കൊണ്ടുവരണമെന്നൊന്നും കമ്പനി പറയുന്നില്ല. ഇന്ന പ്രൊഡക്റ്റ് തന്നെ നിങ്ങൾ വാങ്ങണം എന്ന് കമ്പനി പറയുന്നില്ല. കമ്പനിയിൽ നമുക്കിപ്പോ പേസ്റ്റ് മാത്രമാണോ മാർക്കറ്റ് ചെയ്യാനുള്ള കഴിവ്? പേസ്റ്റ് മാത്രം വാങ്ങിയാൽ മതി. നമുക്ക് നമ്മളെ വീക്കും പവറൊക്കെ നോക്കിയിട്ട് എവിടെ വാങ്ങിയാലാണ് എനിക്ക് ഇൻകം കിട്ടുക? ഇതിൽ വന്ന തുടക്കക്കാരോട് എനിക്ക് പറയാനുള്ളത്, ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത്, ഇത് നല്ലൊരു മേഖലയും നല്ലൊരു അവസരവും. ഈ ലോകത്തിന് ഏറ്റവും കൂടുതൽ വളർച്ചാ നിരക്ക് കാണിച്ചു കൊണ്ടിരിക്കുകയെന്ന് വെറുതെ വാക്കിൽ പറയല്ല. അത് വളർച്ചാ നിരക്ക് കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഫാസ്റ്റ് ആയിട്ട് പോകുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. അപ്പൊ ഇതിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ എത്തിപ്പെട്ടിട്ടുണ്ട്. എത്തിപ്പെട്ട സ്ഥിതിക്ക് ഓരോ ആളുകളെ ഈ തള്ളലാണ് ലീഡേഴ്സിന്റെ എന്ന് ചിന്തിക്കാതെ ഇതിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനിക്കിതിൽ വിജയിക്കാൻ പറ്റുമോ, എനിക്കിത് ചെയ്യാൻ പറ്റുമോ എന്ന് ആദ്യം ചിന്തിക്കാം. എന്നിട്ട് ഒരു ഐഡി ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് ലീഡേഴ്സിന്റെ സഹായത്തോടു കൂടി കുറച്ച് പ്രൊഡക്റ്റ്, ഇതിന്റെ ഫസ്റ്റ് ടൂൾസ് പ്രൊഡക്റ്റാ, കുറച്ച് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാം. ഞാനൊക്കെ ഇതിൽ ഇത്രയും സീരിയസ് ആവാനുള്ള കാരണം തന്നെ ഫസ്റ്റ് 5000 രൂപന്റെ ഐഡി ആക്ടിവേഷൻ ആക്കിയിട്ട് പിന്നെ ഞാനൊരു മീറ്റിങ്ങിന് പോയ സമയത്ത് നമ്മളെ സായിർ സാറ് പൂനൂര് പറയാണ്. അപ്പൊ ഒരുപാട് ആ മനുഷ്യനെ ഞാൻ എപ്പോഴും സ്മരിക്കലാണ്. ആ മനുഷ്യന്റെ ഒരു വാക്കാണ് ഞാൻ ഇത്രയും സീരിയസ് ആയിട്ട് ബിസിനസ് ചെയ്യാൻ കാരണം. 48 ലക്ഷം കടം, വീട്ടിൽ കിടന്നുറങ്ങാൻ വരെ പറ്റാത്തൊരവസ്ഥയിൽ മീൻ കച്ചവടമാണ് ലാസ്റ്റ് ചെയ്തത്. അവിടുന്നാണ് നമ്മൾ ഈ ബിസിനസ്സിൽ വരുന്നത്. എപ്പോഴും സാറ് പറയും, ഞാൻ സാമ്പിത്തൈലം തേച്ച റിസൾട്ട് കിട്ടിയിട്ടോ പേസ്റ്റ് തേച്ച റിസൾട്ട് കിട്ടിയിട്ടോ ഒന്നും വന്നാണല്ല, പണത്തിന് അത്യാവശ്യമുള്ള ആളാണ്. അപ്പൊ ഒരു പേസ്റ്റ് വിറ്റ് 50 രൂപ ലാഭം കിട്ടുന്ന മാത്രം കണ്ടുകൊണ്ട് വന്ന് ഇതിൽ നിന്ന് ആ 48 ലക്ഷം കടമൊക്കെ വീടി 20 ലക്ഷത്തിന്റെ കാറൊക്കെ അച്ചീവ് ചെയ്ത് സാറ് നമ്മളോട് സംസാരിക്കുന്നതിന് ചില സമയത്തൊക്കെ സാറിന്റെ കണ്ണ് നിറയാറുണ്ട്. അപ്പൊ നമ്മളൊരാൾ സംസാരിക്കുമ്പോൾ അവരെ നോക്കിയാൽ അറിയാം അവര് കള്ളത്തരാണോ പറയുന്നത്, അവര് ആ പറയുന്നതിന്റെ ഒരു കോൺഫിഡൻസ് ആണ്. അത്രയും ആ സാറ് ഒരു ദിവസം പറയാണ്, ഞാൻ ഇതിന്റെ ഒരു മീറ്റിംഗ്, ഒരു ഡിസ്ട്രിബ്യൂട്ടർ മീറ്റിങ്ങിന് പോയ സമയത്ത് ഈ 5000 രൂപന്റെ പ്രൊഡക്റ്റ് എടുത്തതിന് ശേഷം പിന്നീട് ഞാൻ പോവുക, ഒരു മീറ്റിങ്ങിന് പോയ സമയത്ത് സാറ് ഈ കാര്യങ്ങളൊക്കെ ആ മീറ്റിങ്ങിൽ വെച്ച് പറഞ്ഞു. സാറ് പറഞ്ഞു, ഇതിൽ വിജയിക്കണം എന്ന് ആഗ്രഹമുള്ള ആളുകള് ഒരു 50,000 രൂപന്റെ പ്രൊഡക്റ്റ് എടുക്കാൻ മനസ്സുകൊണ്ട് തയ്യാറായ ആളുകൾ ഒന്ന് കൈ പൊക്കാനും. ഞാൻ ചാടി കയറി കൈ അങ്ങോട്ട് പൊക്കി. അപ്പൊ അത്രയും നല്ലൊരു ഇൻട്രസ്റ്റ് ആണെന്ന് 1-2 GTS ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ഒരു സാറൊരു വാക്ക്, പിന്നെ സാർ അതിന്റെ കൂടെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഈ പ്രൊഡക്റ്റ് നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾക്കിത് 3 മാസമൊക്കെ നിങ്ങളിത് ഉപയോഗിക്കുകയും വേണ്ട ആളുകൾക്ക് കൊടുക്കുകയൊക്കെ ചെയ്യാം. ഉപയോഗിച്ചാലേ നിങ്ങൾക്ക് ഒരാൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ കഴിയും. ഉപയോഗിച്ചിട്ട് നല്ലതാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ അത് റെക്കമെൻഡ് ചെയ്യാം. അപ്പൊ ഒന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഈ ക്ലാസ് മോർണിംഗ് മീറ്റും GTS ഒക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. എന്നിട്ട് നിങ്ങൾക്ക് ഇത് നടക്കുന്നില്ല തോന്നുകയാണെങ്കിൽ എന്റെ വീട് പൂനൂരാണ്, അവിടെ വരിക, ഒരു വണ്ടി വിളിച്ചിട്ട് ഈ പ്രൊഡക്റ്റ് അവിടെ കൊണ്ടുവന്ന് ഒരു കോളിംഗ് ബെൽ അടിച്ചാൽ മതി. ഞാൻ അവിടെ അല്ലെങ്കിൽ ഭാര്യനെ ഏൽപ്പിക്കുക, വണ്ടിക്കൂലി വാങ്ങിയിട്ട് നിങ്ങൾക്ക് തിരിച്ചു പോരാം. അങ്ങനെ ഒരാളൊരു വാക്ക് തരുന്ന സമയത്ത് പിന്നെ അവിടെ കൈ പൊക്കാൻ മടിക്കണ്ടല്ലോ. ഈ ബിസിനസ് ഓരോരുത്തരതും ഞമ്മളതാണ്, സാറിൻ്റെതല്ല. എനിക്കിപ്പോ ആ സാറത് പറഞ്ഞിട്ട് ഞാൻ ഈ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് ഇൻകം കിട്ടിയാലും സാറിന് 1 രൂപ പോലും ഞാൻ കൊടുക്കണ്ട, ഒരു കട്ടൻ ചായ പോലും നമ്മൾ വാങ്ങിക്കൊടുക്കണ്ട നമ്മളെ ലീഡേഴ്സിന്. ഞാൻ ഒറ്റയടിക്ക് ആ ഒരു വാക്കിൽ കൈ അങ്ങോട്ട് പൊക്കിയിട്ട് പിന്നെ ഞാൻ വീട്ടിൽ വന്നിട്ട്, ഹസ്ബൻഡ് പുറത്താണ്, ഇവിടെ വന്നൊരു കാര്യങ്ങളൊക്കെ പറഞ്ഞ് അപ്പൊ എന്നോട് പറഞ്ഞു, ഇതിന്റെ മുമ്പ് ഞാനൊരു ബോഡി കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലുള്ള പ്രൊഡക്റ്റുകളൊക്കെ നല്ലതാ. അപ്പൊ ഇവിടെ വന്ന ആള്, ബോഡി കെയറിലേക്ക് എന്നെ ക്ഷണിക്കാൻ വന്ന ആള് ഒരു ലേഡി, ഒരു പാവപ്പെട്ട ലേഡിയാണ്. അപ്പൊ അവർക്ക് എന്തോ കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ പറഞ്ഞ, ഐഡിയ ഒന്നും വേണ്ട, എന്റെ ഐഡിയുള്ള സാധനം ഞാൻ പ്രൊഡക്റ്റ് ഒക്കെ ഞാൻ പർച്ചേസ് ചെയ്യാം, എനിക്ക് ആവശ്യമുള്ള ടോയ്ലറ്റ് ക്ലീനർ, പിന്നെ അതിലൊരു തവിടെണ്ണയൊക്കെ ഉണ്ട്, അതൊക്കെ ഭയങ്കര നല്ല എണ്ണ, പ്രൊഡക്റ്റ് ഒക്കെ ക്വാളിറ്റി ഉള്ളതാണ്. അപ്പൊ അവര് പറഞ്ഞു, അതല്ല എനിക്ക് ഒരു ഐഡിയ അടിക്കണം നിങ്ങളെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഡീറ്റെയിൽ ഒക്കെ കൊടുത്ത സമയത്ത് അത് ഞാൻ സീരിയസ് ആയിട്ട് 6 മാസം കണ്ടിന്യൂ ആയിട്ട് വാങ്ങിയാല് എന്താ അവര് പറഞ്ഞത്, ഫ്രീ പ്രൊഡക്റ്റ് ഉണ്ട്. 6 മാസം, മാസത്തില് മന്ത്ലി എന്ത് ചെയ്യണം, 2500 രൂപ കട്ടാവാതെ നമ്മൾ വാങ്ങിയാല് 6ാമത്തെ മാസം ഇതുണ്ട്, ഫ്രീ പ്രൊഡക്റ്റ്. ഈ 6ാമത്തെ മാസം ഞാൻ അവരെ കൂടെ ഈ സ്റ്റോറിൽ പോവാണ്. പോയത് ഇവിടെ കുന്നമംഗലം ഒരു സ്റ്റോറിലാണ്. പോയി മോഡിക്കാരുടെ ഷോപ്പൊക്കെ കണ്ട് എല്ലാ ആളുകളും അങ്ങനെ പ്രൊഡക്റ്റ് ഒക്കെ പർച്ചേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവര് പറഞ്ഞു ഇവർക്ക് ഫ്രീ പ്രൊഡക്റ്റ് ഉണ്ട്.
ഞാൻ ഓർക്കുന്നത് എന്താ, ഇതിലുള്ള തവിടെണ്ണ, പേസ്റ്റ്, ടോയ്ലറ്റ് ക്ലീനർ, ഇതൊക്കെ നല്ല ഉൽപ്പന്ന, ഞാൻ ഉപയോഗിച്ചതൊക്കെ. അതൊക്കെ കിട്ടുമല്ലോ, ഫ്രീ അല്ലേ. 2500 രൂപന്റെ പ്രൊഡക്റ്റ് വാങ്ങാന്ന് കരുതി പോയ സമയത്ത് അവരെനിക്ക് തന്നത് ഷേവിങ് ജെല്ല്, ടോയ്ലറ്റ് ക്ലീനർ ഒക്കെ ഉണ്ട്. തവിടെ നിന്നൊന്നും ഒരൊറ്റ ഒന്നും കിട്ടൂല എന്ന് പറഞ്ഞു. അപ്പഴാ ഞാനിത് എന്ത് ബിസിനസ്, അന്ന് ഞാൻ അതിൽ എസ്കേപ്പ് അടിച്ച് പോന്നതാണ്. പിന്നെ ആ കണ്ടിന്യൂ വാങ്ങിയിട്ടും ഒരു 2 രൂപ പോലും എന്റെ അക്കൗണ്ടിലേക്ക് ഇൻകം വന്നിട്ടില്ല. എനിക്കതിന്റെ പ്ലാൻ അറിയില്ല. പിന്നെ ഇതിൽ വന്നതിന്, ഈ മൈ ലൈഫിൽ വന്ന് ഇത്രയും പെട്ടെന്ന് എനിക്ക് ഇൻകം, ഫസ്റ്റ് ഇൻകം എനിക്ക് വരുന്നത് 900 രൂപ. ഈ ഇൻകം വന്ന സമയത്ത് ഞാൻ അയ്യർ സാറോട് ചോദിക്കുക, ഞാൻ ഇങ്ങനെ ഒരു മോഡി കെയർ ചെയ്തിട്ടുണ്ട്, അപ്പൊ അതിലെന്തൊക്കെ വരുമാനം ഒന്നും കിട്ടാതിരുന്നത്. അപ്പൊ അയ്യർ സാർ പറഞ്ഞു, അതിന് 6 ലെഗ് ഉണ്ട്, ഞമ്മക്ക് ലെഫ്റ്റും റൈറ്റും 2 ലെഗേ ഉള്ളൂ. ഇനി ആളൊന്നും വന്നിട്ടില്ലെങ്കിലും കുറവുള്ള ഭാഗത്തേക്ക് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് നിങ്ങൾ വാങ്ങിയതിന് എന്നാണ് നിങ്ങൾക്ക് ഇത്. എനിക്ക് എന്റെ കൂടെ ആരും വന്നിട്ടില്ല. ഞാൻ മൈ ലൈഫിൽ ഐഡി അടിച്ച് 5000 രൂപന്റെ പ്രൊഡക്റ്റ് എടുത്ത്, പിന്നെ സായർ സാറെ ക്ലാസ് കേട്ടിട്ട് 50,000 രൂപന്റെ പ്രൊഡക്റ്റിന് കൈ പൊന്തിച്ച് ഞാൻ ഇവിടെ വന്നിട്ട് 40,000 രൂപന്റെ പ്രൊഡക്റ്റ് ഞാൻ എടുത്ത്, ലെഫ്റ്റിലും റൈറ്റിലും 20 ഒക്കെ പ്രൊഡക്റ്റ് എടുത്ത്. എനിക്ക് പിന്നെ ഞാൻ അതെടുത്ത സമയത്ത് ഇവിടെ മകനും ഹസ്ബൻഡും പുറത്താണ്. അപ്പൊ ഞാൻ അവരെ അടുത്തേക്ക് അങ്ങോട്ട് പോയി, സൗദിയിലേക്ക് പോയി. അവിടെ എത്തിയ സമയത്താണ് ഞാൻ എന്ത് കാണുന്നത്, ഈ ഇൻകം വരുന്ന ബാങ്കിന്റെ മെസ്സേജ് വരുന്ന സമയത്ത് അതിൽ എന്തുണ്ടാവും, മൈലേജ് സ്റ്റൈൽ ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ്, ഈ ഇൻകം വരുന്ന കമ്പനീന്റെ പേര് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി, ഈ പ്ലാനിൽ പറഞ്ഞ ഈ വരുമാനമൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനിത് സ്ക്രീൻഷോട്ട് എടുത്ത് എന്റെ അപ്ലൈ ലീഡർ തായറാ മാഡത്തിന് വിട്ടുകൊടുത്ത്. അപ്പം എനിക്ക് ഭയങ്കര എനർജിയായി അത് കണ്ട സമയത്ത്. ഈ മണി മോട്ടിവേഷൻ ആണല്ലോ ആർക്കും നല്ലൊരു മോട്ടിവേഷന്. അപ്പൊ സ്ക്രീൻഷോട്ട് വിട്ടുകൊടുത്തിട്ട് തായറാ മാഡം പറഞ്ഞു, ഇനി അവിടെ പോയി ഇരിക്കാതെ വേഗം അങ്ങോട്ട് വാ. അപ്പോഴൊക്കെ തായറാ മാഡം ഇതില് ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. ഈ നമുക്ക് ഉഷാറാക്കി ചെയ്യണത് നല്ലൊരു മേഖലയാണ്. ഒരു സോപ്പും പേസ്റ്റും കണ്ടിട്ടില്ല. ഞാൻ ഇവിടുന്ന് ഫസ്റ്റില് സൗദിയിലേക്ക് പോയ സമയത്ത് സോപ്പ്, ഈ ചാമ്പിത്തൈലം പേസ്റ്റും എല്ലാം കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ എല്ലാ പേസ്റ്റിനും 10 റിയാല. 10 റിയാൽ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു 280 രൂപ. അപ്പൊ ഞാൻ ഒരു പേസ്റ്റ് കൊടുത്ത ആളുകള്, ഞാനിങ്ങനെ കൊടുക്കുന്നല്ല, ഞാൻ റൂമിൽ പുറത്തൊക്കെ പോകുന്ന സമയത്തൊക്കെ ഇവരെ കമ്പനിയിലുള്ള ആളുകൾക്കൊക്കെ, അവരവിടെ ഒരു കമ്പനിയിലാണ്, ബസ്സിൽ ഡ്രൈവറാണ്, ഫർണിച്ചറിന്റെ കമ്പനിയാണ്. അപ്പൊ അവിടെ കുറെ മലയാളികളും ഒക്കെ ഉള്ള കുറെ തൊഴിലാളികളുണ്ട്. അവരൊക്കെ ഈ പേസ്റ്റ് വാങ്ങും. ഒരു പേസ്റ്റ് ഒരാൾ വാങ്ങിയാൽ 10 റിയാല്. 10 റിയാൽ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ 280 രൂപ. അപ്പൊ ഞാൻ റീറ്റെയിൽ ഒന്നും ഇന്ന് വരെ ഇവിടെയും ചെയ്തിട്ടില്ല. അവിടെ പോയ സമയത്താണ് ഞാൻ റീറ്റെയിൽ ഡബിൾ ആയിട്ടൊക്കെയാണ് എനിക്ക് കാശ് കിട്ടിയത്. ചാമ്പി തൈലത്തിന് നമുക്ക് അതിമേലുള്ള MRP 525 രൂപയിനോ, ഇപ്പോഴല്ലേ 577 ആയത്. 525 ആണെങ്കിൽ എനിക്ക് നാട്ടിലത്തെ 1000 രൂപ ഒക്കെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഒരുപാട് പേര് വാങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ഈ പ്രൊഡക്റ്റ്, എനിക്ക് ഫസ്റ്റ് തന്നെ നല്ലൊരു കോൺഫിഡൻസ് ഒക്കെ വരുന്നത്. ആളുകൾ ഉപയോഗിച്ച ആളുകൾ ഇത് വീണ്ടും വാങ്ങും. പിന്നെ ആന്ധ്രയിൽ എവിടെ ഉള്ള ഒരു ഇന്ത്യക്കാരന് ഭാര്യക്ക് ഇത് ഹീമോഗ്ലോബിൻ കുറവായിട്ട് ഞാൻ ഫീലിംഗ് ലിക്വിഡ് കൊടുത്തിരുന്നു അവിടുന്ന്. ഇപ്പോഴും ഒരു മെസ്സേജ് അയക്കുന്നത് എവിടുന്നാ വാങ്ങാൻ പറ്റുക, നല്ല റിസൾട്ട് ഉള്ള സാധനമാണ്. ആ 3 ബോട്ടിലോണ്ട് തന്നെ 6.4 HP 11 ലെവലിലേക്ക് കൂടാൻ പറ്റി. ഇത്രയും നല്ലൊരു പ്രൊഡക്റ്റ് ഒരുപാട് ഇംഗ്ലീഷിലൊക്കെ കാണിച്ചിട്ട് അവർക്ക് റിസൾട്ട് കിട്ടിയിട്ടില്ലോ അല്ലെ. അവർക്കൊന്നും മൈ ലൈഫും പ്രൊഡക്റ്റും ഒന്നും അറിയാത്ത ആളുകൾക്ക് പോലും റിസൾട്ടാ. അപ്പൊ ഞമ്മളൊക്കെ ഓരോരുത്തരും ചിന്തിക്കുക, ഇത്രയും നല്ലൊരു കമ്പനിയിൽ എത്തിപ്പെട്ടത് ഞാൻ ചിന്തിക്കുക, ഞാനെന്തോ പണ്ട് കാലത്ത് ചെയ്തെന്തോ ഒരു പുണ്യം കൊണ്ടായിരിക്കാം. ഇത് വിട്ടു പോവാതെ ഈ ക്യൂല് നിൽക്കുന്ന ആളുകൾക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഫസ്റ്റില് തുടക്ക സമയത്ത് നമുക്ക് അതൊന്നും മനസ്സിലാവൂല. ഇതിൽ കുറെ ആളുകള് TC ഒക്കെ ആയ ആളുകൾ വരെ നിർത്തിപ്പോവലുണ്ട്. ഞാൻ ചിന്തിക്കുന്നത് അവര് റാങ്കൊക്കെ അങ്ങ് മാറിപ്പോയിട്ടുണ്ടാവും. പക്ഷെ ഇതൊന്ന് പഠിക്കാൻ തയ്യാറായാലോ. ഇത് മുന്നോട്ട് ഇതിനെപ്പറ്റി ഒരു ദീർഘവീക്ഷണം ഞമ്മക്ക് വേണം. ഇത് എവിടാണ് നമ്മൾ എത്തിപ്പെട്ടത്, ഇത് നമ്മൾ വിചാരിക്കുന്നിടത്തൊന്നും നിൽക്കൂല. ഇപ്പൊ ഉമർ ഉസ്താദ് പല സമയത്തും പറയലുണ്ട്, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, 7ാം ക്ലാസ് വിദ്യാഭ്യാസമാണ്, ഫോൺ ഉപയോഗിക്കാൻ അറിയൂല. അയ്യൂർ സാർ വന്ന പ്ലാന് പറയുന്ന സമയത്ത് എനിക്കിത് പറ്റൂല അയ്യൂർ സാർ എന്ന് പറഞ്ഞ ആള് ആ ഉമർ ഉസ്താദിനെ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആക്കി എവിടെ പോയി ഇരുന്നാ പോലും ആ ഇൻകം മുടങ്ങൂല. ആ ഇൻകം നിൽക്കുന്നില്ലല്ലോ. കാരണം ഇതൊരു സിസ്റ്റം ഡ്രൈവൺ ആണ്. ഇതൊരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഉമർ ഉസ്താദ് ഫോൺ ഓഫ് ആക്കിയാലും എന്താണ്, അക്കൗണ്ടിലേക്കുള്ള ആ ഒഴുക്ക് നിൽക്കൂല. ആ ഒരു മേഖലയിലാണ് നമ്മൾ എത്തിപ്പെട്ടത്.
പിന്നെ ഈ പ്ലാന് കേൾക്കുമ്പോ ഈ പാസീവ് ഇൻകത്തെ പറ്റി നമ്മൾ കേൾക്കലുണ്ടല്ലോ. അപ്പൊ അന്നൊക്കെ ഞാൻ പ്രൊഡക്റ്റ് ഉപയോഗിക്കാനും ആൾക്കാരോടുള്ള ഈ ഒരു സ്നേഹം, എവിടെ നമ്മളൊരു മീറ്റിംഗ് സെന്ററിൽ കണ്ടാലും നമ്മൾ ഓരോരുത്തരും അത്രയും കൈ കൊടുത്ത് കെട്ടിപ്പിടിച്ച ആ ഒരു ചിരി തന്നെ, അത്രയും ഒരു സ്നേഹം കിട്ടുന്ന മേഖല ഞാൻ ഇന്ന് വരെ വേറെ എവിടെയും കണ്ടിട്ടില്ല. ഈ ഒരു മേഖലയിലല്ലാതെ എവിടോ നിൽക്കുന്ന ഇതിൽ തന്നെ ഒരുപാട് മുഖങ്ങൾ എനിക്ക് നല്ല പരിചയമുള്ള, ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന കുറെ പേര് ഇതിലുണ്ട്. നിങ്ങളൊക്കെ എനിക്ക് എങ്ങനെ കിട്ടിയതാ? ഈ ഒരു ബിസിനസ്സിലൂടെ വന്നിട്ട് കിട്ടിയ ഈ ബന്ധങ്ങളാണ്. അതാണ് നമുക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ ബന്ധങ്ങളാണ്. ഈ ഒരു സ്നേഹം, ഈ ഒരു സൗഹൃദം. നമ്മൾ എവിടെ ചെന്നാലും നമുക്ക് വേണ്ടപ്പെട്ട ഒരു മുഖങ്ങൾ കാണുക, അതൊക്കെ ഇതിന്റെ നല്ലൊരു നേട്ടമായിട്ട് നമ്മൾ കാണുക. ജീവിതത്തിൽ നമുക്ക് ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടെങ്കിലും ആ പ്രയാസത്തിനിടയിൽ ഒരു മോണിമീറ്റ് ഓൺ ചെയ്താൽ ആരെങ്കിലും ഒരു ചിരിയോ ഒരു പാട്ടോ ഇനി ആരെങ്കിലും പറയുന്ന ഒരു വാക്കിൽ ഒരു പോയിന്റോ ഒക്കെ മതി നമുക്ക് എന്താവാന്, നമുക്ക് ആ വിഷമങ്ങളൊക്കെ ദുഃഖങ്ങളൊക്കെ മറന്ന്, അല്ലെങ്കിൽ മറ്റൊരാളെ ദുഃഖങ്ങളൊക്കെ കേൾക്കാനുണ്ടാവും. ഒരുപാട് ആളുകൾ അനുഭവങ്ങളൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് ചിന്തിക്കാം, എന്നെ പോലെ ദുഃഖങ്ങളൊക്കെ ഉള്ള ആളുകൾ വേറെ ഉണ്ടല്ലോ. അതും നമുക്കൊരാശ്വാസമാണ്. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റി. എങ്ങനെ നോക്കിയാലും നല്ലൊരു എന്താ പറയാ, വിജയം മാത്രമല്ല, അത് ഏറ്റെടുക്കുന്നവർക്ക് വിജയവും ഏറ്റെടുക്കാത്ത ആളുകൾക്ക് ഒരിക്കലും വിജയിക്കാൻ കഴിയാത്ത ഒരു മേഖലയാണ് ഈ മേഖല. ഞാൻ മനസ്സിലാക്കിയതാ. ഞാന് ഈ പാസീവ് ഇൻകത്തെ പറ്റി ഒരു ദിവസം എനിക്ക് ഈ ഇൻകം വന്നപ്പോ എന്റെ കണ്ണ് നിറഞ്ഞിട്ട് സമയമുണ്ട്. ആ ഇൻകം എനിക്ക് അന്നാണ് ഈ പാസീവ് ഇൻകം എന്നാണ് മനസ്സിലായത്. ഞാന് ഒരു ദിവസം സൗദിയിൽ ഞാൻ ഇപ്പൊ 3 തവണ സൗദിയിൽ പോയി ഈ ഐഡിയ അടിച്ചതിന് ശേഷം. അപ്പൊ ഞാൻ പോയിട്ട് ഇവിടെ വന്ന സമയത്ത് എന്റെ മകള് ഒമാനിലായിരുന്നു. അപ്പൊ അവള് നാട്ടിൽ വരുന്ന സമയത്ത് ഞാൻ ഇങ്ങോട്ട് പോരും. അപ്പൊ അവൾക്കൊരു ഛർദി വന്നിട്ട് എന്താ ഒരുപാട് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി, ഛർദി നിൽക്കുന്നേല്ല. അങ്ങനെ ഞാന് KMCT ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ എന്തോ ഒരു മയങ്ങാൻ വേണ്ടി, മയങ്ങിയാൽ ആ ഛർദിയോ കുറച്ച് സമയം ഒന്ന് സ്റ്റോപ്പായാൽ നിന്ന് കിട്ടുമെന്ന് കരുതി അവര് മയക്കിയതാണ്. അതിൽ ഇവക്ക് 24 മണിക്കൂർ സമയവും ബോധവും ഇല്ല. പിന്നെ ഇവളെ സോഡിയം എല്ലാം കുറഞ്ഞ് ഇവളാകെ സോഡിയൊക്കെ 1.5 ആയിപ്പോയി. ഓലെ കയ്യിൽ നിന്ന് പിടുത്തൊക്കെ വിട്ട്. അപ്പൊ പിന്നെ ഓല് പറഞ്ഞു എത്രയും പെട്ടെന്ന് മെഡിക്കലിൽ എത്തിക്കണം എന്ന് പറഞ്ഞ്, അങ്ങനെ ഓല് വന്ന് ആംബുലൻസ് ഒക്കെ വന്ന് കയറ്റുന്ന രംഗമൊക്കെ ഞാൻ കാണുന്നത്. നമുക്ക് ഒരു നിമിഷം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ആ നിമിഷം മെഡിക്കൽ കോളേജ് ആ കയറ്റൊക്കെ വണ്ടി അവള് കയറുമ്പോ എന്റെ മോളെ കാര്യം പോവുകയാണ്. അങ്ങനെ ഞാൻ അവിടെ എത്തി. ആ ഹോസ്പിറ്റലിൽ ആ ഒരു ആരെങ്കിലും പറഞ്ഞാൽ എനിക്ക് വിഷമം വരും, അതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല. അവിടെ ഞാനൊരു 3 ആഴ്ച എനിക്ക് എന്ത് ബിസിനസിന്റെ ആപ്പ് പോലും ഞാൻ തുറന്നു നോക്കല്ല. അപ്പം മെഡിക്കൽ കോളേജിൽ ആ 3 ആഴ്ച ഞാൻ അവിടെ നിൽക്കുക. 1 മാസത്തോളൊക്കെ നിന്നിട്ടുണ്ട്. ആ 3 ആഴ്ചയും ബുധനാഴ്ച ഇൻകം തന്ന കമ്പനിയാണ് ഈ മൈലേജ് സ്റ്റൈൽ. ഞാനിവിടെ എനിക്ക് ചെറിയൊരു ടീമൊക്കെ ഉണ്ട് എന്റെ ലെഫ്റ്റിലും റൈറ്റിലും. പിന്നെ എന്റെ തൊട്ട് മേലെ അപ്ലൈൻ ഉണ്ട്. നമ്മളെ ലീഡേഴ്സും നമ്മളെ ടീമും അവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഞങ്ങളോട് പറഞ്ഞ ഈ ആപ്പ് പോലും ഞാൻ പഠിച്ച സമയത്തെ ഈ ആപ്പ് തുറന്നു നോക്കി, നമ്മളെ ചെക്ക് മൈ ഗോള്, മൈ ഇൻകോ, ഇതൊക്കെ തുറന്നു നോക്കി പഠിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് എന്താ, തുടക്കക്കാര് ഇതില് നമ്മൾ ആപ്പ് തുറക്കുക. ഇതില് മൈ ഇൻകം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവരുടെ ഫോണിലും ആപ്പ് റെഡി ആയിരിക്കും. ഈ 10 നമ്പറുള്ള ആളുകൾക്ക് എല്ലാ ആളുകൾക്കും ഒരേ വരുമാനമാണ്. ഇന്ന് വെൽനിസാർക്കായാലും 12% മാച്ചിങ് ആണ്. 2-10 കിട്ടുന്ന ആളുകൾക്കും ഇന്ന് ബ്രൗൺസ് ആയ ആളുകൾക്കും ആർക്കും ഒരേ ഇൻകം തരുന്ന ഒരു കമ്പനി. അതൊന്ന് നമ്മൾ ചിന്തിച്ചാൽ തന്നെ നമുക്ക് ഇതിലൊരു കോൺഫിഡൻസ് വരും. ഒരേ ഇൻകം എത്രയാണോ മാച്ചിങ് അതിന്റെ 12% നമുക്ക് ഇൻകാണ്. അപ്പൊ ഞാന് അന്ന് ഫസ്റ്റില് മെഡിക്കൽ കോളേജിൽ നിന്ന് ഈ പേരക്കുട്ടി, മോക്കൊരു കുട്ടിയുണ്ട് 6 വയസ്സായി. ഈ പേരക്കുട്ടീനെയും കൊണ്ടിട്ട് ഞാനിങ്ങനെ പുറത്തേക്ക് പോകുന്ന സമയത്ത് മോക്ക് തീരെ വയ്യായിട്ട് ഹസ്ബൻഡ് എല്ലാരും ഗൾഫിൽ നിന്ന് ഇവിടെ വന്ന എല്ലാരും നാട്ടിലാ. അപ്പൊ എല്ലാരും ഈ ഒരു ടെൻഷനിലൊക്കെ നിൽക്കുന്ന സമയത്ത് രക്തം ടെസ്റ്റ് ചെയ്ത ഓരോ ലാബിലേക്ക് നിങ്ങൾക്ക് അറിയാം 1000-2000 ഓരോ ബില്ല് ഇങ്ങനെ തരിക ചെയ്യാം. ഞാൻ ഈ പേരക്കുട്ടിനെയും കൊണ്ട് താഴേക്ക് ഭക്ഷണം കഴിക്കാനാണ് പോകുന്നത്. അപ്പോഴാണ് ഈ ഫോണിൽ ഈ വൈകുന്നേരം ഈ മെസ്സേജ് വന്ന് ഞാൻ ഇങ്ങനെ കാണുന്നത്. അന്ന് എന്റെ ഇൻകോ എനിക്ക് ഒരുപാട്, ഇപ്പൊ ഞാന് ഒരുപാട് വലിയ ഇൻകം ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അന്ന് എനിക്ക് കിട്ടിയ ഒരു ഇൻകം 3000 സംതിങ്. ആ ഒരു ഇൻകം കണ്ട സമയം ഞാൻ ഒരു നിമിഷം അവിടെ നിന്ന് എന്റെ കണ്ണ് നിറഞ്ഞുപോയി. കാരണം നമ്മള് എന്താ പറയാ, ആ ഒരു ഇൻകം അക്കൗണ്ടിലേക്ക് കയറിയ സമയത്ത് ഞാൻ ഫുഡ് കഴിക്കാൻ പോകും. അവിടെ ഞാൻ ഗൂഗിൾ പേ ചെയ്ത് തിരിച്ചു വരുന്ന സമയത്ത് എന്റെ കയ്യിൽ ഒരു ബില്ലുണ്ട് രക്തം ടെസ്റ്റ് ചെയ്ത റിസൾട്ട് വാങ്ങാനല്ലേ. അവിടെ 900 രൂപയൊക്കെ അടിച്ച് ഞാൻ വരുന്ന സമയത്ത് ഞാൻ ചിന്തിക്കാം, ഇതാണല്ലേ പാസീവ് ഇൻകം. ഞാൻ ഈ ബിസിനസ് എന്നൊക്കെ പോകുന്നത് 3 ആഴ്ചയിൽ എന്റെ ടീമിനെ വിളിക്കുന്നില്ല,
ആരോ വിളിക്കുന്ന ആളുകളും എന്റെ വിശേഷം അന്വേഷിക്കുന്നുള്ളൂ. എന്നോട് ആരും ബിസിനസ് ഒന്നും പറയുന്നില്ലല്ലോ. അപ്പോഴും ഇൻകം തന്നൊരു കമ്പനിയാ. അത് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക. ഞാനിപ്പൊ എന്റെ ഈ അക്കൗണ്ടില് ഇപ്പൊ ഞാൻ ആരോടോ പ്ലാൻ പറയുന്ന സമയത്ത് അവർക്ക് കൊടുക്കുന്ന കോൺഫിഡൻസ് എന്താ അറിയോ? നമ്മളെ ഇൻകം കൂടെ തുറന്നാല് അണ്ടർ പ്രോസസിംഗിൽ 3 ആഴ്ചത്തേക്കുള്ള ഇൻകം എനിക്ക് വന്ന് നിൽക്കുക. ഞാനിപ്പോ ഇന്ന് ഈ ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞു പോയാലും ബുധനാഴ്ച എന്ന് പറഞ്ഞ ദിവസം ഉണ്ടെങ്കിൽ ആ ഇൻകം കമ്പനി തന്നിരിക്കും. ആരാണോ നമ്മളെ നോമിനേറ്റ് കൊടുത്തത്, 1 രൂപ കുറയാതെ ആ നോമിനിക്ക് ഇൻകം കിട്ടുന്ന ഒരു കമ്പനിയിലാണ് നമ്മൾ ഓരോരുത്തരും വർക്ക് ചെയ്യുന്നത്. അത് മനസ്സിലാക്കിയിട്ട് നമ്മൾക്ക് മുന്നോട്ട് പോകുന്ന സമയത്ത് ഇതിനൊരു മടുപ്പോ ഒരു മുഷിയലോ അനക്കെന്ത് കിട്ടൂ പിന്നെ ആക്കാം നോക്കാം ഒന്നും നമ്മൾ പറയൂല. ഈ ഒരു അവസരം ഏറ്റെടുത്ത നിങ്ങൾ ഓരോരുത്തരും ഒന്നും കൂടെ സീരിയസ് ആയിട്ട് ഇതിനെ പഠിക്കാൻ വേണ്ടി തയ്യാറാവുക. GTS വരാൻ വിളിക്കുന്ന സമയത്ത് ഒരുപാട് കാരണങ്ങൾ പറയുന്ന ആളുകൾ ഇതിലുണ്ടെങ്കിൽ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ ഒരിക്കലും എന്താവരുത്, നമ്മളെ ലീഡേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യരുത്. അവര് വിളിച്ചാലേ GTS വരും, നാളെ ഇനി ഉണ്ടോന്ന് ചോദിച്ചാലും 100 കാരണങ്ങൾ പറയാം. ഇത് ഞമ്മക്ക് ഓരോരുത്തർക്കും വിജയിക്കാനുള്ള മേഖല. ഞാൻ ചിന്തിക്കുന്നത് അത്രേ ഉള്ളൂ, എനിക്ക് പഠിക്കാൻ എന്തൊക്കെ ചെയ്യണം. ഇപ്പൊ എന്റെ റാങ്ക് ZTC അല്ലേ, STCയിലാണ് എന്റെ അപ്ലൈ ലീഡർ തായ്റ മാഡം. തായ്റ മാഡം എന്നോട് പറയും ഇന്ന് STC മീറ്റിംഗ് ഉണ്ട്, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കട്ടോ. അപ്പൊ ഞാൻ എന്താ ചെയ്യവേ, അയ്യൂബ് സാർ ഒരു വോയിസ് ഓടും, അയ്യൂബ് സാറെ STC മീറ്റിംഗിൽ ഞാനും പങ്കെടുക്കട്ടെ. എനിക്ക് ഇന്നെക്കാളും മേലുള്ള മീറ്റിംഗിൽ വരെ പങ്കെടുക്കാനുള്ള ഒരു ആഗ്രഹം, അത് ഞാൻ ഈ ഉള്ളിലേക്ക് ഏറ്റെടുത്തിട്ടുണ്ട്. ഏറ്റെടുക്കാനുള്ള കാരണം ഒന്ന്, ഞാൻ ആ മെഡിക്കൽ കോളേജിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് ഇങ്കാണ് 3 ആഴ്ച അടുപ്പിച്ച് എനിക്ക് ഇൻകം കിട്ടി, കണ്ടിന്യൂ ഇങ്കാണ്. ഇപ്പൊ അടുത്ത് ഞാൻ സൗദിയിൽ വീണ്ടും ഇപ്പൊ ഞാൻ ZTC ആയിട്ട് 1 മാസം 1.5 മാസമായിട്ടുള്ളൂ. അതിന്റെ മുമ്പ് ഞാൻ DTC അല്ലേ, DTCയില് ലോയാലിറ്റി ബോണസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പ്ലാനിലൊക്കെ. തുടക്കക്കാരോടാണ് ഞാൻ പറയുന്നത്, ലീഡേഴ്സിനൊക്കെ പിന്നെ അറിയാലോ. അപ്പൊ ഈ ലോയാലിറ്റി ബോണസ് അടിക്കണമെങ്കിൽ ലെഫ്റ്റിലും റൈറ്റിലും 20,000 ബിസിനസ് വോളിയം കയറണം. അപ്പൊ ഞാൻ ആ സൗദിയിൽ നിൽക്കുന്ന സമയത്ത് ഒരു ലാസ്റ്റ് വെള്ളിയാഴ്ച മന്ത് ക്ലോസിംഗ് ആണല്ലോ, ക്ലോസിങ്ങിന്റെ സമയത്ത് 5 മണിക്ക് ഒരു തീരുമാനമാണ് ഇതിൽ വേണ്ടത് ഞങ്ങൾക്ക് തരുന്ന മെസ്സേജ് ഇട്ടോ. 5 മണി എന്ന് പറഞ്ഞാല് ഇവിടുത്തെ നാട്ടിൽ 5 മണിക്ക് അവിടെ 7:30 മണിയാവും. ഞാൻ വെള്ളിയാഴ്ച ആയതുകൊണ്ട് മോനും ഹസ്ബൻഡിന് ലീവാണ്, ഞാൻ പുറത്തൊക്കെ ഉണ്ടാവുക. അപ്പൊ ഞാനിങ്ങനെ ഉച്ചക്ക് ഫുഡൊക്കെ കഴിക്കാൻ പുറത്ത് പോയി ഇങ്ങനെ പോകുന്ന സമയത്ത് വൈകുന്നേരം പെട്ടെന്ന് എന്റെ ഒരു വാട്സപ്പ് നോക്കുന്ന സമയത്ത് തായ്റ മാഡത്തിന്റെ ഒരു വോയിസ് ഉണ്ട്, അല്ല ലോയാലിറ്റിക്ക് ഇനി ഇത്ര പോരായി ഉണ്ട്. അപ്പോഴാണ് അറിയുന്നത് അന്ന് മന്ത് ക്ലോസിംഗ് ആണ്. നോക്കുന്ന സമയത്ത് 5000 വോളി അവിടെ വന്നിട്ടുള്ളൂ. അപ്പൊ ഇത് നമ്മൾ പഠിച്ചാലേ ഇതിന്റെ നേക്കൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പൊ പിന്നെ 15,000 ബിസിനസ് വോളി അവിടെ വരണ്ടേ. ഞാൻ വേഗം എന്റെ ഗ്രൂപ്പില് എല്ലാ ആളുകളെയും, പിന്നെ കാറിൽ യാത്ര ചെയ്യുകയാണെങ്കിലും അതിലൊക്കെ ഉണ്ടാവും ഒരു ഡയറിയും പേനയൊക്കെ, അതെടുത്ത് നമ്മൾ ആപ്പൊക്കെ അങ്ങോട്ട് തുറന്ന് ക്രോമിൽ പോവുക, ഓരോരുത്തർ ID ഇടുക, ചെക്ക് ചെയ്യുക. അതൊക്കെ ചെയ്യുന്നത് ആ ഒരു വൈകിയ വേളയിലാട്ടോ. ചെക്ക് ചെയ്യുന്ന സമയത്ത് ചെറിയ റാങ്കിലൊക്കെ ബ്രൗൺസ് ആവാൻ നിൽക്കുന്ന ആളുകളുണ്ടാവും, സിൽവർ ടച്ചിങ് ഉള്ള ആളുകളുണ്ടാവും. നിങ്ങൾ ഓരോരുത്തരും അത് ചെക്ക് ചെയ്യണം. നിങ്ങളെ കൂടെ 1 or 2 വ്യക്തി വന്നിട്ടുണ്ടെങ്കിൽ അവരെ ലീഡറാണ് നിങ്ങൾ. അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അവർക്ക് ചിലപ്പോൾ അത് ചെക്ക് ചെയ്യാനും കുറഞ്ഞ മൂല്യത്തിന് റാങ്ക് മാറുന്നൊന്നും അവർക്ക് അറിയില്ല. പിന്നെ മെയിൻ ID പർച്ചേസ് ചെയ്യാത്ത ആളുകളുണ്ടാവും. സ്റ്റാർ ആയി കഴിഞ്ഞാൽ മെയിൻ IDയിൽ 1000 രൂപന്റെ പർച്ചേസ് വന്നാൽ ലിങ്ക് ഉണ്ടാവും. ഇതൊക്കെ ആരാണ് ചെയ്യാത്ത ആളുകൾ, ചെയ്യുന്ന ആളുകൾ നോക്കണമെങ്കിൽ നമ്മൾ ഇതിനെ കുറിച്ച് പഠിക്കണം. ഇതിനെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല, ചെറിയൊരു നോളജ്, അതൊക്കെ പഠിക്കാൻ സിമ്പിളാണ്. ഞാനൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇതിലുള്ള നിങ്ങൾക്ക് എല്ലാ ആളുകൾക്കും പഠിക്കാൻ കഴിയും. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കി ചെക്ക് ചെയ്ത സമയത്ത് എനിക്ക് ആകെ വേണ്ടത് 15,000 ബിസിനസ് വോളിയം ആണെങ്കിൽ അപ്പൊ തന്നെ 22,000 ബിസിനസ് വോളിയം കയറ്റാനുള്ള ആളുകൾ ഇവിടെ നാട്ടിലുണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. ആ ഒരു വൈകിയ വേളയിൽ പോലും എന്റെ ആ ലോയാലിറ്റി കട്ടായിട്ടില്ല. അന്ന് 5ാമത്തെ ലോയാലിറ്റി ഞാൻ അടിക്കുന്നത്. ആ ലോയാലിറ്റി ഒക്കെ പിടിച്ച സമയത്ത് എനിക്കിതൊരു സിമ്പിൾ ആയിട്ട് മാറിക്കഴിഞ്ഞു. കാരണം ആ ഒരു സമയത്ത് ഞാൻ സ്റ്റോറിലേക്ക് അവിടുന്ന് വോയിസ് വിടുക, സ്റ്റോർ ക്ലോസ് ചെയ്യാനാ പോയി പറഞ്ഞു, മേഡം ഇന്ന് മന്ത് ക്ലോസ് അല്ലേ, എന്തായാലും ഒരു 10 മണി വരെ ഉണ്ടാവും. അപ്പൊ എനിക്ക് ടൈം ഞാൻ അറിഞ്ഞു. അപ്പൊ നാട്ടിൽ 7:30 ആയിട്ടേ ഉള്ളൂ. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, ഈ പ്രൈസ് ലിസ്റ്റ് ഇപ്പം ചേഞ്ച് ആയില്ലേ, ചേഞ്ച് ആയ സമയത്തായത്. ആ പ്രൈസ് ലിസ്റ്റ് 10% കൂടിയ സമയത്ത് ആദ്യത്തെ ബില്ല് ഞാൻ ബൈ ഹാർട്ടായിട്ട് ബില്ലിടും. സ്റ്റോറിലേക്കൊക്കെ മൊബൈൽ ടൈപ്പ് ചെയ്ത് വിടലേനും. അപ്പോൾ പിന്നെ എന്താ ചെയ്യേണ്ടത്, ഞാനൊരു യാത്രയിലുമാണ്, പ്രൈസ് ലിസ്റ്റ് മാറുകയും ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് നമ്മളെ ലീഡേഴ്സിന്റെ ഉപകാരങ്ങൾ മനസ്സിലാക്കാൻ. നമ്മൾ എവിടെ വീഴുകയാണെങ്കിലും താങ്ങി നിർത്താൻ അവരുണ്ടാവും. ലീഡേഴ്സിനെ വിളിച്ചിട്ട് താരാമഠത്തിനെ വിളിച്ചിട്ട്
ഇത്ര ആൾ ID നമ്പറായിട്ട് കൊടുക്കുക. അതൊക്കെ നമ്മൾ ആദ്യം പഠിക്കണം. ഇന്ന ആൾ ID-യിൽ ഇത്ര ബിസിനസ് വോളിയം കയറ്റണം. ഇതെല്ലാം ഞാൻ അങ്ങോട്ട് കൊടുക്കുക. അതേ കറക്റ്റ് ബില്ലിട്ട് ഇങ്ങോട്ട് സെറ്റ് ചെയ്ത് തരാൻ പറഞ്ഞു. തായറാമേഡ് എന്ത് ചെയ്ത്, നമ്മൾ അപ്ലൈൻ അല്ലേ, നമ്മൾ അപ്ലൈൻ എന്ത് ചെയ്യും, എനിക്ക് ആ പ്രൈസ് ലിസ്റ്റിന്റെ അടുത്തില്ല, ഉണ്ടെങ്കിൽ തന്നെ ആ വൈകിയ വേളയിൽ എനിക്ക് ടൈപ്പ് ചെയ്യാൻ കുറച്ച് പ്രയാസമാണ്. അപ്പൊ അപ്ലൈൻ എന്ത് ചെയ്യും, അപ്പം പിന്നെ NTC ആണോന്നൊന്നും നോക്കണ്ട, ISR വിളിച്ചാൽ ചിലപ്പോൾ പുതിയ ID അടിക്കാൻ ഉണ്ടാവും. ഞാൻ ചില സമയത്ത് നമ്മൾ അടിക്കുന്ന സമയത്ത് റേഞ്ചൊക്കെ പോയാൽ എന്ത് ചെയ്യും, ID അടിക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ട് വരും. അപ്പം പിന്നെ ശ്രമിച്ചു നിൽക്കാതെ ഞാനപ്പം NTC ആണോ ഏറ്റവും മേലുള്ള ലീഡർ ആണോ, എന്റെ അപ്ലൈനെ വിളിക്കട്ടെ എന്നൊന്നും നോക്കൂല. തായറാമേടെ വർക്കിലാണെങ്കിൽ ISR ഈ IDക്ക് ഇപ്പം പർച്ചേസ് ചെയ്യാനുള്ള സാറ് മീറ്റിംഗിലാണെങ്കിൽ പോലും 2 മിനിറ്റോട് സാർ ID അടിച്ചുകൊണ്ട് വിട്ടുതരും. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയൊരു ഈസി ആയിട്ട് നമ്മൾ എന്താ പറയാ, കൂടെ നിൽക്കുന്ന ആള്, നമ്മളെ കൂടെ വന്ന ആളുകളെ കൂടപ്പിറപ്പിനെ പോലെ കാണാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാം. എന്നാൽ ഈ ബിസിനസ് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് മനസ്സിലായത്. ആ ഒരു സമയത്തൊക്കെ എന്റെ ആ ലോയാലിറ്റി ബോണസ് പുഷ്പം പോലെ വാങ്ങിയെടുക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. 20,000 മൂല്യം വേണ്ടിയിട്ട് 22,000 കയറ്റുന്നത് ഞാൻ ഈ നാട്ടിപ്പോൽ ഈ മണ്ണിപ്പോൽ ഞാനില്ല. അതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. അപ്പൊ ഞമ്മക്ക് ഈ ലോകത്തിന്റെ ഏത് മേഖലയിൽ നിന്നുകൊണ്ടും ചെയ്യാൻ പറ്റിയ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇതിന്റെ വലിപ്പവും ആഴമൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ട്രെയിനിങ്, മീറ്റിംഗ്, RTP ഇങ്ങനത്തെ പ്രോഗ്രാമുകളിലൊക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് മാത്രമേ നമ്മുടെ ഉള്ളിലേക്ക് ഇത് കയറും. ലീഡേഴ്സ് എത്ര പറഞ്ഞാലും നമുക്ക് ഇതിലേക്ക് കയറൂല. അതുപോലെ ഈ പ്രൊഡക്റ്റ് തന്നെ, നമ്മള് ചില ആളുകളുണ്ട് പ്രൊഡക്റ്റ് ഒക്കെ പർച്ചേസ് ചെയ്തിട്ട് അവരത് കട്ടലിന്റെ ചോട്ടിലോ വീട്ടിലവിടെ വെക്കുക, ആർക്കോ വിൽക്കാൻ നോക്കി. ഒരിക്കലും അത് ചെയ്യരുത്. നമ്മൾ ഉപയോഗിക്കുക. നമുക്ക് വേണ്ട എന്തെല്ലാം പ്രൊഡക്റ്റുകൾ, ആദ്യമൊക്കെ ഞാൻ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നതിന് മുമ്പൊക്കെ വെറുതെ അങ്ങനെ ഇരുന്ന് ഉറക്കം തോന്നുക, ഒരു ക്ഷീണം, ഒരു തളർച്ച, ഒരു അലസത, ഒന്നിനും ഒരു മൂഡില്ലായ്മ, എന്തൊക്കെ ഒരു ഡിസോർഡറുള്ള ഒരു മനുഷ്യനെ ഞാൻ. ഇപ്പൊ എനിക്ക് അങ്ങനത്തെ യാതൊരു വിഷയവും ഇല്ല. നമ്മളെ പ്രൊഡക്റ്റുകള് ഈ ഡെയിലി ഡെറ്റോസ്, വെൽഹാർട്ട്, മുരിങ്ങ എല്ലാ പ്രൊഡക്റ്റുമായിട്ട് കഴിക്കുക. ഇത് മെഡിസിൻ ഒന്നും അല്ലല്ലോ, ഇത് വെൽനെസ് അല്ലേ, നമ്മളെ ശരീരത്തിലേക്ക് വേണ്ടി ഉൽപ്പന്നല്ലേ. ഈ 3 വർഷമായിട്ട് ഹോസ്പിറ്റലിൽ ഏതാ ഡോക്ടർമാരെന്ന് പോലും ഞാൻ കണ്ടിട്ടില്ല. ഞാനോ എന്റെ കുട്ടികളോ ആരും കണ്ടിട്ടില്ല. ഇതൊക്കെ ഒരു പരമമായ സത്യമാണ്. ഞാനിതൊന്നും ഇവിടെ വന്നിട്ട് വെറുതെ തള്ളിയിട്ട് ഒരു കാര്യമില്ലല്ലോ. ഞാൻ എന്റെ അനുഭവം മാത്രമാണ് നിങ്ങളോട് പറയുന്നത്. എന്റെ അടുത്ത് നിങ്ങൾക്ക് വലിയ എന്താ പറയാ ക്ലാസ് ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ഞാൻ എന്റെ ഒരു പച്ചയായ സത്യവും ഈ ഒരു ബിസിനസ്സിലൂടെ വന്ന തുടക്കക്കാരായ സാധാരണ എന്നെപ്പോഴത്തെ വീട്ടമ്മമാരായിട്ടുള്ള ആളുകൾക്കും ഫോൺ ഉപയോഗിക്കാൻ അറിയാത്ത ആളുകളാണെങ്കിൽ പോലും നിങ്ങൾക്കൊരു തീരുമാനമാണ് വേണ്ടത്. എങ്ങനെയാ, എനിക്ക് ഈ മൈലൈഫ് ചെയ്യണം, ഇതിൽ വിജയിക്കണം, ഇതിന്റെ ഇൻകം കാണണം. അതിന് നിങ്ങൾക്ക് അറിവില്ലെങ്കിൽ അറിവുള്ള ലീഡേഴ്സ് നിങ്ങളെ കൂടെ ഉണ്ടാവും. ചില ലീഡേഴ്സിനോട് ചില ആളുകളൊക്കെ എന്റെ അടുത്ത് പറയലുണ്ട്, ഒരു കാര്യം ചോദിച്ചാൽ ലീഡേഴ്സ് ചിലപ്പോ ഒരു തവണ പറഞ്ഞുതരും, വീണ്ടും ചോദിച്ചാല് അവര് ദേഷ്യം പിടിക്കേ അല്ലെങ്കിൽ എനിക്കല്ല ഞാൻ എന്തായാലും പറഞ്ഞു തന്നത്. ചില കാര്യങ്ങള് 1ഉം 2ഉം തവണ കേട്ടാലും വീണ്ടും പറയേണ്ടിയൊക്കെ വരും. അപ്പൊ അവരെ ഭാഗത്ത് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്യുകയാണെങ്കിൽ അവരോട് നിങ്ങൾ ചിരിച്ച് പെരുമാറിയിട്ട് അവരെ മേലേക്കും നിങ്ങൾക്ക് അപ്ലൈ ലീഡേഴ്സ് ഉണ്ടാവും. ആരെയാണോ നിങ്ങൾക്ക് ചോദിച്ചാൽ കറക്റ്റ് ആണെന്ന് തോന്നുന്ന ആളുകൾ അവരോട് ചോദിക്കുക. അതല്ലെങ്കിൽ നിങ്ങളെ താഴെ വന്ന ആളുകൾ, നിങ്ങളെക്കാൾ കഴിവുള്ള ആളുകൾ ഉണ്ടാവും. ഞാൻ ഈ ബിസിനസ്സിൽ വന്നിട്ട് എന്റെ അപ്ലൈൻ തായറാമേടെ അനിയത്തിയാണ്, എന്റെ അപ്ലൈനും ആയതുകൊണ്ട് ID അടിക്കാൻ അതൊക്കെ ഇനി അടിച്ചോ, ഞാൻ ബില്ല് മാത്രം ഇട്ടോളാം എന്ന് പറയും. ID അടിക്കലും KYC ചെയ്യലും അതൊന്നും ഞാൻ പഠിക്കേണ്ട ആവശ്യമില്ല, എന്നാലും ഈ ഒന്ന് ചെയ്തു നോക്ക് എന്നോട് പറയും. അപ്പൊ ഞാൻ അതൊരു മൈൻഡേ വെക്കൂല. ഞാൻ TC ആയ സമയത്ത് എന്റെ കൂടെ വന്ന എന്റെ അസോസിയേറ്റ്സ് ഒരു ദിവസം എന്റെ ഇവിടെ വന്നിട്ട്, ഞാൻ ഇവിടെ ഒരു സ്റ്റോർ ആയിട്ടാണ് ചെയ്യുന്നത്. അത്രയും പ്രൊഡക്റ്റ് ഒക്കെ വെച്ച് സ്റ്റോർ ആയിട്ട് ടീമിന് വേണ്ട എല്ലാ പ്രൊഡക്റ്റും ഇവിടുന്ന് കൊടുക്കുക. ഏതൊരു പ്രൊഡക്റ്റ് വെച്ചാലും ഇവിടുന്ന് എടുത്തു കൊടുക്കാൻ കഴിയും. 1.25 ലക്ഷം റുപ്യന്റെ പ്രൊഡക്റ്റ് ഒക്കെ വെച്ചുകൊണ്ടാണ് ഞാൻ ടീമിനെ കൊണ്ടുപോകുന്നത്. ഇവിടെ വന്നിരുന്നിട്ട് ഒരു 8ാം ക്ലാസ് വിദ്യാഭ്യാസമേ ഉള്ളൂ. ഇംഗ്ലീഷ് ഒന്നും അങ്ങനെ വായിക്കാനും എഴുതാനും പേര് പോലും എഴുതാൻ കറക്റ്റ് അറിയാത്ത ഒരു ലേഡി ഈ ബിസിനസ്സിൽ GTS ട്രെയിനിങ്ങും ഒക്കെ കേട്ടിട്ട് ബില്ലിടുന്ന സമയത്ത് ഒരു കവചം എഴുതണമെങ്കിൽ ഞാൻ അതൊക്കെ സ്പീഡിൽ നോക്കാതെ അടിക്കുന്ന എന്റെ അടുത്തൊന്ന് ഇവര് ഒരു K തൊട്ടിട്ട് പിന്നെ A അവർക്ക് ബുക്കിൽ നോക്കണം. അങ്ങനെയൊക്കെ ബില്ലിട്ടുങ്ങനെ പാവം വിയർക്കുമ്പോ ഞാൻ പറയും, എന്നാലും ഇനി പഠിക്കുകയും ചെയ്യുന്ന പറഞ്ഞതിനെ പഠിപ്പിക്കലേനും. ആ ലേഡി ID അടിക്കാൻ പഠിച്ച്, അന്ന് ഞാൻ പഠിച്ചിട്ടില്ല. അതെനിക്കൊരു മോട്ടിവേഷനായി. അപ്പൊ ഇവരിത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിത് പഠിച്ചിട്ടില്ലെങ്കിൽ മോശമല്ലേ എന്ന് തോന്നിയിട്ട് ഞാൻ ID അടിക്കാനുള്ള തായറാമേടെ ഒരു നോട്ടിൽ എഴുതി തന്നു. ആ നോട്ട് വെച്ചിട്ട് ID അടിച്ചിട്ട് ID എന്തൊക്കെയോ തെറ്റിപ്പോയി. ഇമെയിലൊക്കെ ഞാൻ എന്താ ഇമെയിലിൽ ചെറിയ അക്ഷരം വേണോ,
ചിലപ്പോ ഞാനൊരു സ്പേസ് ഇട്ടിട്ട് പോവാം. അപ്പൊ എനിക്ക് തോന്നുന്നു, എന്റെ മനസ്സിൽ എന്താ തോന്നുന്നു അറിയോ, ഇവർക്കൊക്കെ അത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാനിത് പഠിച്ചിട്ടില്ലെങ്കിൽ മോശമല്ലേ. അപ്പൊ ഞാൻ വേറൊരു ഫോൺ എടുത്തിട്ട് തായ്രാ മാഡത്തിനെ വീഡിയോ കോൾ ചെയ്തിട്ട് ഈ ഫോണ് എഴുതി വെച്ച ബുക്കിൽ നോക്കുക, തായ്രാ മാഡം ഇവിടെ ഫോണിലുണ്ട്. അങ്ങനെ ഞാൻ ഫസ്റ്റ് ഐഡിയ അടിച്ച് കഴിയുമ്പോൾ ഞാൻ വിയർത്തൊക്കെ പോയി. ഇത് നടക്കൂല കേട്ടോ. അയ്യബ് സാർക്ക് വോയിസ് വിടുക, അയ്യബ് സാർ തായ്രാ മാഡം എന്നോട് ഐഡിയ ഒക്കെ പഠിക്കാൻ പറയും, പക്ഷെ ഇത് ഐഡിയക്ക് നടക്കൂല എന്ന് പറഞ്ഞു. എന്തോ എനിക്കതൊരു ഭാര്യയായിട്ട് തോന്നി. ഒന്നും ഇതില് ഭാരമല്ല, അത് ഫസ്റ്റ് ഐഡിയ അടിച്ചത് കൊണ്ട് അങ്ങനെ തോന്നിയത്. വീണ്ടും വീണ്ടും ഞാനത് ചെയ്തപ്പോ ഈസിയാണ്. ഒരു ഡീറ്റെയിൽ കിട്ടിയാൽ മതി. ഞാൻ പോകുന്ന പോക്ക് GT സെന്ററിൽ കുത്തിരുന്നവരെ ഐഡിയ അടിക്കൂ. അപ്പൊ നമ്മൾ ചെയ്താൽ എല്ലാം സിമ്പിൾ അല്ലേ. നമ്മളിപ്പം ഫസ്റ്റ് തന്നെ ഒരു ചോറും കറിയും ഉണ്ടാക്കുക. ഫസ്റ്റിലൊരു ചട്ടിയും കാലും അരിയൊക്കെ തന്നാൽ ചോറും കറിയും ആകുമോ? അത് ഫസ്റ്റ് വെക്കുന്ന സമയത്ത് അതൊന്നും റെഡി ആകുമൊന്നുമില്ല. അതൊക്കെ നമ്മൾ വെച്ച് പഠിച്ച് ഇപ്പൊ നമ്മൾ ഫോൺ ചെയ്തോണ്ട് ഒക്കെ നമ്മൾ ചെയ്യൂലേ. എല്ലാ പാചകവും ചെയ്യുന്ന സമയത്ത് ചിലപ്പോ ഒന്ന് ഫോണിലായിരിക്കും. പല പാട്ടുകളൊക്കെ കേട്ടാലും ഞമ്മക്ക് ആ പാചകം തെറ്റിപ്പോകുന്നില്ലല്ലോ. അതെന്തുകൊണ്ടാ? എക്സ്പീരിയൻസാ. അപ്പൊ പ്രത്യേകിച്ച് ലേഡീസ് എന്ന് തന്നെ പറഞ്ഞാല് എപ്പോഴും എന്താണ്, മൾട്ടി ടാലന്റഡ് ആണ്. നമ്മൾ ഒരു സമയത്ത് പല ജോലി ചെയ്യാൻ കഴിവുള്ള ആളുകളാണ്. ആണുങ്ങൾക്ക് ചിലപ്പോ അത്ര നടന്നോളണമെന്നില്ല. അരി അടുപ്പത്തുള്ള സമയത്ത് നമ്മൾ അടിച്ചു വരാൻ പോകും, അപ്പം മഴ ചെയ്താൽ തുണി എടുക്കും, അപ്പം കുട്ടികൾ ബാത്റൂമിൽ നിന്ന് വിളിച്ചാൽ ഓടി അവിടെ എത്തും. ഒരേ സമയം പല കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു കഴിവ് സ്ത്രീകൾക്ക് കൂടുതലായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത്, ഇത് ഒരു ഭാരമായിട്ട് തോന്നുന്ന ആളുകൾ ഇതിലുണ്ടെങ്കിൽ ഇത് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ, ടെൻഷൻ ഇല്ലാതെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു മേഖലയിലാണ് പഠിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാവുക. നമുക്ക് എന്താണ്, നമ്മളെ സമയം നമ്മൾ ഇടുന്ന എഫേർട്ടിന് അത്രയും ഒരു വിജയവും ഒരു പ്രതിഫലവും അല്ലാതെ പരാജയമല്ലാത്തൊരു മേഖല ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ആദ്യം മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, എല്ലാ മീറ്റിങ്ങും ട്രെയിനിങ്ങും ലീഡേഴ്സിനെ എല്ലാ ദിവസവും വിളിക്കുക. സംശയങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. ലീഡേഴ്സിനെ വിളിക്കുക, നമ്മളെ ടീമിനെ സ്നേഹത്തോടെ വിളിക്കുക. ചില സമയത്ത് ഇന്ത്യയൊക്കെ ടീമിൽ തന്നെ TC ആയ ആളുകളോടൊക്കെ ഒരു ബില്ലിടാനോ, ഇനി നമ്മൾ സ്നേഹത്തോടെ തന്നെ പറഞ്ഞാലും അവരെ ഭാഗത്തൊന്നും എനിക്കിപ്പോ അതൊന്നും പറ്റൂല, എനിക്കിപ്പം തലവേദന ആണ്, അവർക്ക് ഒരു പഠിക്കാനോ നമ്മൾ കാണിക്കുന്ന താല്പര്യമൊന്നും കാണിക്കാത്ത ആളുകളും നമ്മളെ കൂടെ വരും. അപ്പൊ അവരോട് നമ്മൾ എന്ത് ചെയ്യരുത്, നമുക്കപ്പോ ഇവര് പറഞ്ഞതനുസരിച്ച് നമുക്ക് ദേഷ്യമൊക്കെ വരും. പക്ഷെ അവര് ദേഷ്യവും കാണിക്കാൻ പറ്റൂല. അന്നേരം നമുക്ക് ചിരിക്കാൻ നമ്മൾ ശ്രമിക്കുക. നമുക്ക് ദേഷ്യം വരുന്ന സമയത്ത് നമ്മളെ ടീമൊക്കെ വിളിച്ച് നമ്മൾ ഫോൺ എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യാതിരിക്കുക. ബെല്ലടിക്കുന്നത് കണ്ടാലും നമ്മളെ മൂഡ് മാറ്റമുണ്ടെങ്കിൽ അപ്പൊ ആ കോൾ എടുക്കണ്ട. അപ്പൊ നമ്മൾ എത്രയും അവരോട് സ്നേഹത്തിൽ പെരുമാറാനേ നമ്മൾ എപ്പോഴും നോക്കണം. ആ സ്നേഹം മാത്രം കൊടുത്താൽ മതി. ഈ ബിസിനസ് വളരാൻ വേണ്ടിയുള്ള നേക്കുകൾ എനിക്ക് മനസ്സിലായത് അതൊക്കെ. അപ്പോ എല്ലാ ആളുകൾക്കും ഒരേപോലെ അങ്ങോട്ട് ഇത് എഫക്ട് ചെയ്തോളണമെന്നില്ല. ഇത് എനിക്കൊക്കെ എന്ന് പറഞ്ഞാല് ഈ പ്രൊഡക്റ്റിന്റെ റിസൾട്ടും പിന്നെ ഞാൻ ഇതിൽ വന്ന് ഇൻകം കിട്ടിയ സമയത്ത് കമ്പനി കറക്റ്റാണ്, പ്രൊഡക്റ്റ് കറക്റ്റാണ്, ഇനി ഞാനാണ് കറക്റ്റ് ആവേണ്ടത് എന്നുള്ളൊരു ബോധം എനിക്ക് വന്നു. പിന്നെ നമ്മളല്ല കറക്റ്റ് ആവേണ്ടി, നമ്മൾ കറക്റ്റ് ആയാല് ഈ 450 കയറിയ അക്കൗണ്ടിലെല്ലാം 2,10,000 കയറാനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ട്. എന്ത് വേണോ, നമ്മൾ റെഡി ആവണം. അത് മാത്രം നമ്മൾ ചിന്തിക്കുക, പ്രവർത്തിച്ച വിജയം മാത്രല്ല, ഇതിന്റെ കൂടെ എന്തൊക്കെ ബോണസാ. ഞാൻ ഈ പ്ലാനൊക്കെ പറയുന്ന സമയത്ത് പെർഫോമൻസ് ബോണസ്, ലോയൽറ്റി ബോണസ്, പിന്നെന്താ ഹോസ്പിറ്റൽ കാശ് വിന്നർ, ഇതൊക്കെ പ്ലാനിലില്ലേ. അതെല്ലാം വാങ്ങിയാണ് ഞാൻ ഇവിടെ എത്തിയത്. ഈ ഒരു റാങ്കിൽ എത്തുന്ന സമയം കമ്പനി എന്തൊക്കെ തരാന്ന് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം വാങ്ങി. ഇപ്പം ZTCയില് വർഷത്തില് ഒരു ഇൻകം TDF, ടീം ഡെവലപ്പ് ഫണ്ട് തരുന്നുണ്ട്. ഇപ്പൊ അതും വാങ്ങിയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അപ്പൊ എന്റെ വീട്ടിൽ ഞാൻ ആദ്യം ഫസ്റ്റ് തന്നെ ഈ മോർണിംഗ് മീറ്റ് ഒക്കെ അങ്ങനെ കേൾക്കുന്ന സമയത്ത് മോന് ഡിഗ്രിക്ക് പഠിക്കുകയാണ്. അപ്പൊ അവന് ചായ കൊടുത്ത് പറഞ്ഞയക്കണം. 8 മണിയാകുമ്പോഴേക്കും അവന് പോണം. അന്ന് ഞാൻ വീഡിയോ ഒന്നും ഓണാക്കാതെ ഈ ക്ലാസ് കേൾക്കുന്ന സമയത്തും ഇതിനോട് നല്ല താല്പര്യം വന്ന സമയത്ത് ഞാൻ സീരിയസ് ആയിട്ട് കേൾക്കുന്ന സമയത്ത് അവനെന്റെ പിറകുന്ന് വിളിച്ചാലൊന്നും ഞാൻ എന്താക്കൂല, ഞാനത് അറിയുന്നില്ല. എനിക്ക് കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്ന് മറുപടി പറഞ്ഞിട്ട് അവനോട് സംസാരിക്കാതെ ഇതിലിങ്ങനെ അറ്റൻഡ് ചെയ്യും. മീറ്റിംഗ് കഴിഞ്ഞ് ഓഫാക്കി ഞാൻ ചോദിച്ചാൽ ഈ എന്താ ഈ പറഞ്ഞതെന്ന് അപ്പം ചോദിക്കുമ്പോ എന്നോട് പറയും, നിങ്ങൾക്ക് നല്ല വട്ടല്ലേ, ഇതിലിങ്ങനെ സീരിയസ് ആയി നിങ്ങള് മൈൻഡ് മറിഞ്ഞു വയ്ക്കുന്നു എന്നൊക്കെ എന്നോട് പറയാനും. അപ്പൊ ഞാൻ ഫസ്റ്റിലെടുത്ത തീരുമാനം എന്താ അറിയോ, ഫസ്റ്റ് ഇവനൊന്ന് പോസിറ്റീവ്, നമ്മ ചെയ്യുന്നത് റൂട്ട് ക്ലിയർ ആകണമെന്ന് മനസ്സിലാവണമെങ്കിൽ അവനൊരു ലാപ്ടോപ്പിന് ആഗ്രഹമുണ്ട്.
അപ്പൊ ഉപ്പനോട് പറഞ്ഞാൽ ഉപ്പ അതൊക്കെ വാങ്ങിക്കൊടുക്കുകയൊക്കെ ചെയ്യും. അപ്പൊ എനിക്കൊരാഗ്രഹം, ഇവനൊരു ലാപ്ടോപ്പ് വാങ്ങിക്കൊടുക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പൊ എന്റെ അപ്ലൈനായ തയ്യാറാമടത്തിനോട് ഞാൻ പറഞ്ഞു, മോൻ എന്നോട് ഇങ്ങനെ പറയും, മീറ്റിംഗ് ഒക്കെ കേൾക്കുന്ന സമയത്ത് എപ്പോഴും നിങ്ങൾ മീറ്റിംഗിൽ രാത്രി ഡയറി മീറ്റിംഗ് ഉണ്ടാവും നമ്മളെ ടീമിന്റെ. ആ ടീമിന്റെ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഇങ്ങനെ സംസാരിക്കാനൊക്കെ പഠിപ്പിക്കുന്ന, നമ്മളെ റിവ്യൂ പറയാനോ ഒന്ന് പേര് പരിചയപ്പെടുത്താനൊക്കെ പഠിപ്പിക്കുന്ന ഒരു എന്താ പറയാ ഒരു കളരി ഗ്രൗണ്ടാണ് അത്. അപ്പൊ ഞാന് സമയം കഴിഞ്ഞോ? സമയം കഴിഞ്ഞോ സാറേ? സംസാരിച്ച ആയിക്കോട്ടെ, ഇത് പറഞ്ഞിട്ട് നിർത്താം, ഇതും കൂടെ പറഞ്ഞിട്ട് നിർത്താം. ഓക്കെ. സമയം പോയത് അറിഞ്ഞിട്ടില്ല, ടൈമൊന്നും നോക്കിയിട്ടില്ല. ഞമ്മക്ക് എന്താ പറയാ, അതെന്നെ നിങ്ങൾക്ക് ചിന്തിച്ചാൽ അറിയാം. സാധാരണ ഒരു വീട്ടമ്മായി എനിക്ക് കിട്ടിയ നേട്ടങ്ങളും ഒരുപാട് ഇതിലെത്തി, ഈ മേഖലയിലെത്തി ഒരുപാട് സന്തോഷം കൊണ്ടാണ് ഈ ടൈം വരെ നോക്കാതെ ഞാൻ നിങ്ങളെ അടുത്ത് സംസാരിച്ചു പോയത്. അപ്പൊ ഞാൻ അന്ന് മോന് ഒരു ലാപ്ടോപ്പ്, അവന് പോലും അറിയുന്നില്ല ലാപ്ടോപ്പ് വേണമെന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ എത്ര വില വെച്ചപ്പോ എന്നോട് പറഞ്ഞു, നല്ലത് കിട്ടണമെങ്കിൽ 42,000 രൂപ വേണമെന്ന്. അപ്പൊ ഞാനൊരു സംഘത്തിലുണ്ട്, സംഘത്തിൽ നിന്ന് ഞാൻ 30,000 രൂപ ലോൺ എടുത്തിട്ട് അവന് കൊടുത്തിട്ട് ഇനി ലാപ്ടോപ്പ് വാങ്ങിക്കാന്ന് പറഞ്ഞു എന്റെ കൈ കൊടുത്ത്. അത് എനിക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് മന്ത്ലി 3,000 രൂപ വെച്ച് അടിച്ചാൽ മതിയല്ലോ. 10 അടവിന് 30,000 രൂപ അടക്കാൻ പറ്റിയ കമ്പനി അത് ഫസ്റ്റ് തന്നെ. അതിന്റെ ഒരു തീരുമാനമായിരുന്നു മോൻ ആ ഒരു ഗിഫ്റ്റ് കൊടുക്കണമെന്ന്. അങ്ങനെ വീട്ടിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും വീട്ടിൽ നെഗറ്റീവ് ഉണ്ടെങ്കിൽ നിങ്ങളെ വീട്ടിൽ തന്നെ നിങ്ങളെ ഈ ഇൻകം വാങ്ങിയും ആ ഇൻകം ആഴ്ചയിൽ കൂട്ടി വാങ്ങിയും നിങ്ങളെ വീട്ടിൽ നിങ്ങൾ പോസിറ്റീവ് ഉണ്ടാക്കാന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇന്ന് ഇവിടെ ഹസ്ബൻഡ് വന്ന് ഒരു കാറ് വാങ്ങിയിട്ടുണ്ട്. കാറ് വാങ്ങുന്ന സമയത്ത് 4 ലക്ഷം രൂപ അവരടിച്ചതാണ്. ഇനി അതിന്റെ മന്ത്ലി അതിന്റെ അടവുണ്ട്, അതിന്റെ ഇൻസ്റ്റാൾമെന്റ് എന്റെ അക്കൗണ്ടിൽ നിന്നാണ് വെച്ചത്. ഫസ്റ്റ് ആ വണ്ടിന്റെ അടവ് ഇപ്പം 3ാമത്തെ അടവാ, 2 അടവ് കഴിഞ്ഞു. ഫസ്റ്റ് അടവ് 16,500 രൂപ ഫസ്റ്റ് അടവ് അടക്കാൻ എന്നെ കൊണ്ട് പറ്റി. അത് എന്റെ അക്കൗണ്ടിലേക്ക് ആക്കണം എന്ന് ഞാൻ പറഞ്ഞത് എന്തിനാ, ഈ ഒരു ബിസിനസ്സിൽ വന്നിട്ട് ഞമ്മക്കായാലും ഒരു തീരുമാനമൊക്കെ വേണം. എനിക്കത് ചെയ്യാൻ പറ്റുന്നുള്ള അവന്റെ ആ ഒരു കോൺഫിഡന്റ്. 2 അടവടക്കാൻ എനിക്ക് പറ്റി. ഇപ്പൊ ഹസ്ബൻഡിന്റെ ഗൾഫ് വിദേശത്തേക്കുള്ള പോക്കൊക്കെ നിർത്തി ഞങ്ങൾ 2 ആളും ഫാമിലി ആയിട്ട് ഇത് ഏറ്റെടുത്ത്, ഹസ്ബൻഡിന്റെ റാങ്കിന്റെ തൊട്ട് താഴെയുള്ളത് കൊണ്ട് ഒരു ഭാഗത്ത് നല്ല പവർ ഉണ്ട്. ഞാനിപ്പോ ZTC ഒക്കെ അല്ലേ, ഏതായാലും ടച്ചിങ് TC ആണ്. 2 ആളും ഈ ഒരു മേഖല ഏറ്റെടുത്ത് നമ്മളെ നോമിനേഷൻ ഫെസിലിറ്റി ഒക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ഈ ഒരു മേഖലയാണ് നല്ലത് എന്ന് മനസ്സിലാക്കി അതിനുള്ള എന്താ പറയാ നല്ല വരുമാനം, ആഴ്ച വരുമാനം 23,000 രൂപ വരെ സൗദിയിൽ ഞാൻ നിന്നുകൊണ്ട് എനിക്ക് വാങ്ങാൻ പറ്റി എന്നുള്ള ഒരു മെസ്സേജാണ് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ളത്. സമയം അധികമായാലും ക്ഷമ ചോദിക്കുന്നു. ഓക്കെ, എന്നെ ഈ ഒരു വിധത്തിലൊക്കെ വേണ്ട ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ തന്ന് ഈ ഒരു നിലയിൽ എത്തിച്ച എന്റെ ലീഡേഴ്സായ തായ്റ മാഡം, റജീന മാഡം, അയ്യൂബ് സാറ്, ബിർ സാറ്, ഇവർക്കൊക്കെ ഹൃദ്യമായ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഓക്കെ, താങ്ക് യു ഓൾ.